ഹായ് ഓൾ, വെൽക്കം ടു പ്ലെൻറ്റി ഓഫ് നോളജ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൂട്ട്സിൻ്റെ ഹിന്ദി നെയിം എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഹിന്ദി പേരുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തക്കാളി. തക്കാളിക്ക് ഹിന്ദിയിൽ ടമാട്ടർ എന്നാണ് പറയുക, ടമാട്ടർ. അടുത്തത് പച്ചമുളകാണ്. മുളകിന് മിർച്ച് എന്നാണ് പറയുക, മിർച്ച്. അപ്പോൾ പച്ചമുളക് എന്ന് പറയുമ്പോൾ പച്ച ഹര, അപ്പോൾ പച്ചമുളക് ഹരി മിർച്ച്. പച്ചമുളകിന് ഹിന്ദി പറയുന്നത് ഹരി മിർച്ച്. ഇപ്പോൾ ചുവന്ന മുളകിനാണെങ്കിലോ ചുവപ്പിന് എന്താ ഹിന്ദി പറയുക, ലാൽ. മുളകിന് മിർച്ച്, അപ്പോൾ ചുവന്ന മുളകിന് ലാൽ മിർച്ച്. അടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റിന് ഹിന്ദി പറയുക ഗാജർ, ഗാജർ. അടുത്തത് മത്തൻ. മത്തന് ഹിന്ദി പറയുക കദ്ദു. കദ്ദു എന്നിങ്ങനെ എഴുതുന്നത് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്. ക ദ് ദു, അത് കൂട്ടി വയ്ക്കുന്ന സമയത്താണ് കദ്ദു എന്നുള്ളത് വരുന്നത്. അടുത്തത് ലേഡീസ് ഫിംഗർ. വെണ്ടയ്ക്കയ്ക്ക് ഹിന്ദി പറയുന്നത് ബീൻ ടീ, ബീൻ ടീ. സവാളയ്ക്ക് ഹിന്ദിയിൽ പറയുക പ്യാജ്, സവാള, പ്യാജ്. വെളുത്തുള്ളി ലഹസുൻ, വെളുത്തുള്ളി, ലഹസുൻ. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിന് ഹിന്ദി പറയുക ആലു, ആലു. മുരിങ്ങയ്ക്ക് ഹിന്ദിയിൽ പറയുക സഹജൻ, സഹജൻ. ബീട്രൂട്ട് ചുക്കന്ദർ, ചുക്കന്ദർ. വഴുതനയെ ഹിന്ദി പറയുക ബൈങ്കൻ, വഴുതന, ബൈങ്കൻ. അടുത്തത് കോളിഫ്ലവർ. കോളിഫ്ലവറിന് ഹിന്ദിയിൽ പറയുക ഫൂൽ ഗോബി, കോളിഫ്ലവർ, ഫൂൽ ഗോബി. അടുത്തത് ക്യാബേജാണ്. ക്യാബേജിന് ഹിന്ദിയിൽ പത്താ ഗോബി എന്നാണ് പറയുക, പത്താ ഗോബി. അപ്പോൾ കോളിഫ്ലവർ ഫൂൽ ഗോബി, ക്യാബേജ് പത്താ ഗോബി. പത്ത എന്ന് പറഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. അപ്പോൾ കോളിഫ്ലവറിൽ പൂവാണുള്ളത്, അപ്പോൾ എന്താണ് ഫൂൽ ഗോബി. ഇപ്പോൾ ക്യാബേജിലാണെങ്കിൽ ഫുൾ ഇലകളാണല്ലോ ഉള്ളത്, അപ്പോൾ ക്യാബേജിന് ഹിന്ദി പറയുക പത്താ ഗോബി. അടുത്തത് കക്കിരിയാണ്. കക്കിരിക്ക് ഹിന്ദിയിൽ കക്കടി എന്നാണ് പറയുക, കക്കിരി, കക്കടി, കക്കടി. അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചിക്ക് ഹിന്ദിയിൽ പറയുക അദ്രക്, ഇഞ്ചി, അദ്രക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഹിന്ദി ഫസ്റ്റ് മുതൽ, അതായത് അക്ഷരമാല തൊട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പം എല്ലാവരും കണ്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.